എല്ലാവർക്കും നീനാസ് വീട്ടിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ചോളമാണ്. ഇതിപ്പോൾ നട്ടിട്ട് ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൂത്തിട്ടുണ്ട്. ഇത് നട്ട് 1.5 മാസം ആകുമ്പോഴേക്ക് തന്നെ ഇത് പൂ വരും. ഇപ്പോൾ ഏകദേശം എല്ലാം തന്നെ പൂത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പൂക്കുന്നത്. ഇതാണ് ഫസ്റ്റിൽ വരുന്ന പൂവ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് നമ്മുടെ ചോളമെന്ന്. പക്ഷെ അതല്ല. ചോളം ഇങ്ങനെ രണ്ടാമതൊരു പൂ വരും. ഇതിലാണ് നമ്മൾ സാധാരണ ചോളം വരുന്നത്. ഇതിപ്പോൾ കണ്ടാൽ ഒരു ഡോളിൻ്റെയൊക്കെ തലമുടി പോലെയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ, വേറൊരു കളറാണ്. പക്ഷേ മറ്റേത് ഒരു ഗോതമ്പിൻ്റെയൊക്കെ കളറും. അപ്പോൾ ഇതിൻ്റെ എടുക്കുമ്പോൾ അറിയാം ഇത് വെറൈറ്റി കളറാണോ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ 2-3 ഇതുപോലെ വെറൈറ്റി കളറും പിന്നെ ബാക്കിയൊക്കെ ഒരേ നിറത്തിൽ, നമ്മളെ ഗോതമ്പിൻ്റെയൊക്കെ നിറമാണ് വന്നിട്ടുള്ള പൂക്കൾക്ക്. ചോളത്തിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മത്തൻ്റെ സീഡ്സും പാകിയിട്ടുണ്ടായിരുന്നേ. അതിലെനിക്കിപ്പോൾ ഒരെണ്ണം മാത്രമേ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ. പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാനിവിടെ അടുത്ത് കുറച്ച് ചീരയുടെ ഐറ്റംസ് നട്ടിട്ടുണ്ട്. ഇത് ചേമ്പ് ചീരയാണ്. ഇതിൽ കായൊന്നും വരില്ല, ചീരച്ചേമ്പാണ് ഇത്. നമുക്ക് ഇല പറിച്ച് നമുക്ക് തോരൻ വയ്ക്കാം, തണ്ടും തോരൻ വയ്ക്കാം, തീയൽ വയ്ക്കാം, അങ്ങനെയൊക്കെ. പിന്നെ ചുവന്ന ചീരയും നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ ചീര നട്ട് കഴിഞ്ഞാൽ മുറിച്ചെടുക്കാറാണ് പതിവ്. ചോളത്തിന് ഞാൻ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വളമിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വളമാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിൽ ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പച്ചില വളം, കടലപ്പിണ്ണാക്ക്, ഇങ്ങനെ ഇതൊക്കെ ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വളമാണ് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. നമ്മൾ നല്ലപോലെ വളമിട്ടാൽ മാത്രമേ ഇതിൽ നല്ല കായ്ഫലമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ വളം ഇട്ട് കൊടുക്കാറുണ്ടെന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ചാണകപ്പൊടിയാണേ. അത് ഒന്നുകൂടെ ഞാനൊന്ന് പൊടിച്ചൊക്കെ ഇടുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വളം ഇട്ട് കൊടുക്കാം. ഇത് നല്ല പൊടിഞ്ഞിട്ടുള്ള നല്ല വളമാണ്. അപ്പോൾ ഇത് നമ്മൾ അധികമൊന്നും ഇടണ്ട, ഒരു അല്പം മാത്രം നമുക്ക് ഓരോന്നിലും കുറച്ച് വീതം ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ കാക്കപ്പൂവ്. ഇതിങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഇതെടുത്ത് കളയാൻ തോന്നുന്നില്ല, അവിടെ നിന്നോട്ടെ. ബാക്കി കളകളൊക്കെ ഒന്ന് എടുത്ത് കളയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളിട്ട വളമൊക്കെ ഇത് തന്നെ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കളകളൊന്നും നിർത്തിയിരിക്കേണ്ട. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളകൾ പറിച്ച് കളയാറുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ പൊന്നാങ്കണ്ണി ചീര, അതും ഇവിടെ ധാരാളമായി തന്നെയുണ്ട്. അപ്പം ഞാൻ ഈ കളകളൊക്കെ പറിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് കിളയ്ക്കുന്നുകൂടെ ഉണ്ട്, എങ്കിലേ മണ്ണിളക്കം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചുവടും കൂടെ എല്ലാം ഒന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവനാണ് ഇവിടുത്തെ വീരൻ. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ നടപ്പാണ് ഇവൻ്റെ പരിപാടി. ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഇടയിലും പിന്നെ ഇത് തന്നെയാണ് അവൻ്റെ ജോലി. എനിക്കൊരു കൂട്ട്, അത്ര തന്നെ. അപ്പോൾ അവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. ആളിനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഈ കളകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് കരിയില കൂടെ ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല വെയിലല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഈർപ്പമൊക്കെ നിലനിർത്താൻ ഇത് വളരെ നല്ലതാണ്. ചെടി പെട്ടെന്ന് വാടിയൊന്നും പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരിയിലയൊക്കെ എല്ലാത്തിൻ്റെ ചുവട്ടിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് നനയ്ക്കുന്നുണ്ട്. അപ്പോൾ നന വളരെ പ്രധാനമാണ്. നമുക്ക് ഈ ചൂട് സമയത്ത് അതിന് നന്നായി തന്നെ നന കൊടുക്കണം. ഞാൻ 2 നേരം രാവിലെയും വൈകിട്ടും അതിനെ നനച്ച് കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ചെടികൾക്കും ഇതുപോലെ തന്നെ 2 നേരം വെള്ളം മസ്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട്. വീണ്ടും 1 മാസമൊക്കെ ആകുമ്പോഴേക്കും അടുത്ത വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് 3 മാസമാണല്ലോ കാലാവധി. അപ്പോൾ ഇപ്പോൾ 2 മാസം ആയിട്ടുണ്ട്. വിളവെടുക്കുന്ന ടൈമിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.